ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ബിഹേവിയർ തിയറീസിനെ കുറിച്ചിട്ടാണ്. വി നോ ദാറ്റ് ബിഹേവിയർ തിയറീസ് എന്ന് പറഞ്ഞ തിയറിയുടെ ഒരു ബേസിക് ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ കോൺട്രറി ഓഫ് ട്രൈ തിയറിക്ക് കോൺട്രറായിട്ട് പറയുകയാണെങ്കിൽ ട്രൈ തിയറിയിൽ ഒരു ബിലീഫ്സ് എന്ന് പറയുന്നത് ലീഡേഴ്സ് ആർ ബോൺ എന്നാണ്. നമുക്ക് ലീഡേഴ്സ് ജനിക്കുമ്പോൾ തന്നെ കുറേ ക്വാളിറ്റിയോട് കൂടി കുറച്ച് ലീഡേഴ്സ് വരും, അവരെ ഐഡൻറ്റിഫൈ ചെയ്യലാണ് ട്രൈ തിയറിയിൽ പറയണത്. എന്നാൽ അതിനെ കോൺട്രറി ആയിട്ട് പറയുമ്പോൾ ബിഹേവിയർ തിയറിയിൽ പറയണത് നമുക്ക് അങ്ങനെ ആരും ജനിക്കുമ്പോൾ തന്നെ ഒരുപാട് കഴിവുകളായിട്ടൊന്നും വരില്ല. നമുക്കങ്ങനെ ഒരു അസംഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വി ക്യാൻ മേക്ക് അല്ലെങ്കിൽ വി ക്യാൻ മെയ്ഡ് ലീഡേഴ്സ് എന്നാണ് പറയണത്. ഒരു സക്സസ്ഫുൾ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ലേണബിൾ ബിഹേവിയർ ആയിരിക്കണം, അവർക്ക് ഡിഫൈനബിൾ ആയിരിക്കാം, ലേണബിൾ ബിഹേവിയറാണ്. അപ്പോൾ ലീഡർഷിപ്പ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വി ക്യാൻ ബി ലേൺഡ് റദർ ദൻ ബീൻ ഇൻഹെറിറ്റഡ്. ഇതാണ് ഒരു ബേസിക് അസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ബിഹേവിയർ സ്റ്റഡീസിൽ നിന്ന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ 4 സ്റ്റഡീസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റഡിയാണ് കർട്ട് ലെവിൻസിൻ്റെ യൂണിവേഴ്സിറ്റി ഓഫ് അയോവയിൽ പഠിച്ചിട്ടുള്ള സ്റ്റഡി. ഈ കർട്ട് ലെവിൻസ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം ടീം എന്ന് പറഞ്ഞാൽ 1939 ഹി ഫൈൻഡ് ഔട്ട് കുറച്ച് ബെസ്റ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റഡി പ്രകാരം ഹി ഐഡൻറ്റിഫൈഡ് 3 ലീഡർഷിപ്പ് ബിഹേവിയർ ഐഡൻറ്റിഫൈ ചെയ്തു. ആ ലീഡർഷിപ്പ് സ്റ്റൈൽ വി ലേൺഡ് അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട്. ഞാൻ അന്നും പറയണു, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ 3-4 ഉള്ളെങ്കിലും ഇന്ന് ഒരുപാട് ലീഡർഷിപ്പ് സ്റ്റൈലുകളുണ്ട്. ഞാൻ അഡീഷണലായിട്ടത് നിങ്ങൾ ശ്രദ്ധയിൽ പഠിക്കുകയാണ്. ഇനി നിങ്ങൾ OBE MBAക്ക് പഠിക്കുമ്പോഴും നന്നായി പഠിക്കും. OBE ഇത്തിരി വേണ്ടി വാസ്റ്റ് ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക്, ലേസസ്ഫിയർ, ഈ 3 ടൈപ്പ് ലീഡർഷിപ്സിനെ കുറിച്ചിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ടീം ഫൈൻഡ് ഔട്ട് ചെയ്ത 3 ടൈപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഓട്ടോക്രാറ്റ് ലീഡർ എന്താ ചെയ്യുക, ഹീസ് മേക്ക് സെൻട്രലൈസ്ഡ് അതോറിറ്റിയാണ്. സെൻട്രലൈസ്ഡ് അതോറിറ്റിയുടെ മെയിൻ പ്രത്യേകത എന്താ, ഹി വർക്ക് എങ്ങനെ ചെയ്യുക, ഹി ഡിക്റ്റേറ്റ് വർക്ക് മെത്തേഡ്സ് ഒക്കെ പറയും. ഡു ദിസ്, ഡു ദാറ്റ്, ഡു ലൈക്ക് വേ, ഡു അങ്ങനെ. ഹി കമാൻഡിങ് ആണ്, ഹി എല്ലാ വർക്കും ചാർട്ട് ഔട്ട് ചെയ്യും. അതർ ഹാൻഡ് ഡെമോക്രാറ്റിക് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എംപ്ലോയീസിൻ്റെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, അതായത് എംപ്ലോയീസിനെ ദേ ആർ ഇൻവോൾവ് എംപ്ലോയീസ് ഫോർ ദെയർ ഡിസിഷൻ മേക്കിംഗ്. അത് എൻകറേജ് പാർട്ടിസിപ്പേഷൻ, യൂസ് ഫീഡ്ബാക്ക്, അതുപോലെ ഡെലിഗേറ്റ് അതോറിറ്റി. ഡെമോക്രാറ്റിക് ലീഡർഷിപ്പിൽ 2 ടൈപ്പ് ഉണ്ട്. അതൊന്ന് കൺസൾട്ടേറ്റീവ് ആൻഡ് പാർട്ടിസിപ്പേറ്റീവ്. കൺസൾട്ടേറ്റീവ് ഡെമോക്രാറ്റിക് കൺസൾട്ടേറ്റീവ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ലീഡറാണ് ഫൈനൽ ഡിസിഷൻസ് എടുക്കുന്നത്, ബട്ട് ഹി സീക്ക് ഇൻപുട്സ്, അത്രേ ഉള്ളൂ. ഹി സീക്സ് ഇൻപുട്ട്. എംപ്ലോയീസിൻ്റെ സജഷൻസൊക്കെ എടുത്തതിന് ശേഷം ആണ് എടുക്കാറ്. സജഷൻസ് പോലെ അത് കൺസിഡർ ചെയ്യും, ബട്ട് ഹി മേക്ക് ഫൈനൽ ഡിസിഷൻ. എന്നാൽ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേറ്റീവ് ആണെങ്കിൽ എംപ്ലോയീസ് തന്നെയാണ് എല്ലാ എംപ്ലോയീസിന് സജഷൻസ് എടുക്കാനും എംപ്ലോയീസിന് സജഷൻ ഗുഡാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്തതാണ് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേറ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ 3ാമത്തെ ടൈപ്പ് പറഞ്ഞാൽ ലേസസ്ഫിയറിൻ്റെ പ്രത്യേകത എന്താ, ലേസസ്ഫിയറിൽ ലീഡർ ഒരു ഡയറക്ഷനും കൊടുക്കില്ല. നമ്മൾ മെമ്പേഴ്സ് തന്നെ വർക്കൗട്ട് ചെയ്യുക, അതുതന്നെ സൊല്യൂഷൻ കണ്ടെത്തുക. അതായത് ലീഡർ അവിടെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല. ഇങ്ങനെ 3 ടൈപ്പ് ലീഡർഷിപ്പിൽ ഏതാ മോസ്റ്റ് ഇഫക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ പറയുകയാണെങ്കിൽ പല ആസ്പെക്ട്സിൽ നോക്കുമ്പോഴും ലേസസ്ഫിയർ സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഎഫക്റ്റീവാണ്. എന്നാൽ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പും അതുപോലെ ഡെമോക്രാറ്റിക്കും അതുപോലെ തന്നെ ഓട്ടോക്രാറ്റിക് എന്ന് പറയുന്ന ലീഡർഷിപ്പ് മിക്സ്ഡ് റിസൾട്ട് പറയാറുണ്ട്. ചില സ്റ്റഡീസ് പ്രകാരം മോർ എഫക്റ്റീവാണ്. അത് നമ്മുടെ സബോർഡിനേറ്റ് ടൈപ്പ് ഏതാണ് ശരിക്കും പറഞ്ഞാൽ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ലീഡർഷിപ്പ് സ്റ്റൈൽ എടുക്കേണ്ടതെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എംപ്ലോയീസ് വെൻ ചൂസിങ് ദ സ്റ്റൈൽ ഹി ഹാസ് ടു ലുക്ക് അറ്റ് ഫോഴ്സ് വിത്തിൻ എൻ്റെ കഴിവ് എന്താണ്, ഞാൻ എന്താ വിത്ത് ദംസെൽഫ്, നമ്മൾ തന്നെ നോക്കാം. അതുപോലെ എംപ്ലോയീസ് നോക്കാം, സിറ്റുവേഷൻ നോക്കാം. അങ്ങനെ ചൂസ് ചെയ്തിട്ടായിരിക്കണം എഫക്റ്റീവ് ആവാൻ. അതായത് നമ്മളെപ്പോഴും എംപ്ലോയി സെൻറ്റർ ലീഡർഷിപ്പാണ് ശരിക്കും പറഞ്ഞാൽ മോർ ഇഫക്റ്റീവ് ആവുക ലോങ് റണ്ണിൽ. പക്ഷേ അവിടുത്തെ എംപ്ലോയീസും സിറ്റുവേഷനും അവിടുത്തെ എംപ്ലോയീസിൻ്റെ ക്യാരക്ടറും അവിടുത്തെ കറണ്ട് സിറ്റുവേഷനും ഒക്കെ നോക്കിയിട്ട് വേണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വളരെ കുറച്ച് കാര്യമേ പഠിക്കുന്നുള്ളൂ. അതായത് ബിഹേവിയറൽ ലീഡർഷിപ്സിൻ്റെ ബേസിക് എയിം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത്, അസ്യൂം ദാറ്റ് ലീഡേഴ്സ്
ക്യാൻ ബി ട്രെയിൻ. നമ്മൾ വർക്ക്ഷോപ്പിലൂടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ലീഡർഷിപ്പ് സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. റദർ ദാൻ എന്താ പറയുക, ലീഡേഴ്സ് ആർ ബീയിങ് ഇൻഹെറിറ്റഡ്. അല്ലാതെ ആദ്യത്തെ ഒരു സ്റ്റഡി നടത്തിയതാണ് കർട്ട് ലെവിൻസ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 3 ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈലിനെ കുറിച്ചാണ്. ഇന്നും ആ 3 സ്റ്റൈൽ ലീഡർഷിപ്പിലല്ലാതെ തന്നെ ഒരുപാട് സ്റ്റൈലുകളുണ്ട്. ഈ 3 സ്റ്റൈലിനെ കുറിച്ച് പറഞ്ഞു. അതാണ് ഇന്നത്തെ ക്ലാസ്സിലെ കർട്ട് ലെവിൻസിൻ്റെ യൂണിവേഴ്സിറ്റി ഓഫ് അയോവ പ്രകാരമുള്ള സ്റ്റഡി. ഓക്കെ, താങ്ക് യു.